ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. സാധന, ദ സനാതനി ഇൻസൈഡ്. സാധനയിൽ നിന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിനനുസരിച്ച് ഒരു ആ, കഥ ഞാൻ റീസെൻ്റ്ലി വായിക്കാൻ ആ, ആ, സാധിച്ചു എനിക്ക്. ആ കഥ വായിച്ചിട്ട് ഞാൻ വളരെ സംക്ഷിപ്ത രൂപത്തിൽ എന്ന് വെച്ചാൽ വളരെ ബ്രീഫായി എൻ്റെ ക്ലയന്റ് അദ്ദേഹം പുറത്ത് താമസിക്കുന്ന മലയാളിയായ ഒരു വിദേശിയാണ്. വിദേശ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളാണ്. ബിസിനസ്സുകാരൻ. അപ്പൊ അദ്ദേഹവുമായി ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ അതിനുശേഷം വരുന്ന അതിനനുബന്ധിച്ചുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും അല്ല അതിൽ നിന്ന് വരുന്ന ഒരു ചിന്തയുമാണ് ഇന്നത്തെ കഥയുടെ നമ്മുടെ ഇതിവൃത്തം. തുടക്കത്തിൽ ഞാൻ ഞാൻ വായിച്ച കഥ ഞാൻ എൻ്റെ ക്ലയന്റായ എൻ്റെ സുഹൃത്തായ ഈ വിദേശ മലയാളിയോട് ഞാൻ പറഞ്ഞ കഥ എന്താണെന്ന് ഞാൻ പറയാം. വളരെ റീസെന്റ്ലി ഞാൻ ഒരു ചെറിയൊരു ലഘുലേഖനം വായിക്കുമായിരുന്നു. ആരോ എഴുതിയതാണ്. ഒരു സ്ഥലത്തൊരു വളരെ തിരക്കേറിയ ജോലിയുള്ളൊരു പിതാവുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നു. തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരുന്നു. വളരെ തിരക്ക്. ഐഡിയൽ ആയിട്ടുള്ളൊരു അച്ഛൻ. ആ, അദ്ദേഹത്തിന് ഒരു 8 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിലും എവിടെയോ ഒരു 10 മണിയാകുമ്പോൾ ജോലിക്ക് പോയിട്ട് ഒരു 4:35 ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി തിരിച്ചു വരും. അച്ഛൻ എപ്പോഴും പോകുമ്പോ ഈ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ മകൻ വന്ന് ചോദിക്കും, "അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? കുറച്ച് നേരം നമുക്കൊന്ന് കളിക്കാം. ഒരിത്തിരി നേരം ഒന്ന് പുറത്തു പോകാം. എനിക്കൊന്ന് ബീച്ചിൽ പോണം. എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാമോ? പാർക്കിൽ കൊണ്ടുപോകാമോ?" ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അച്ഛനോട് വന്ന് ചോദിക്കും. കാരണം അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. അമ്മയ്ക്ക് ഫോർ വീലർ ഡ്രൈവ് ഒന്നും അറിയില്ല. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാം കുട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ അച്ഛനോടെ ഞാൻ ചോദിക്കുള്ളൂ. അപ്പൊ അച്ഛൻ സ്വതവേ ഭയങ്കര തിരക്കുള്ള ഒരു അച്ഛനായതുകൊണ്ടിട്ട് ഇറങ്ങുമ്പോ അവന്റെ മുഖത്ത് പോലും ശ്രദ്ധിക്കാൻ സമയമില്ല അച്ഛന്. സത്യത്തിൽ അത്ര പോലും സമയമില്ല. അമ്മ അത് കാണുന്നുണ്ട്. "മോനെ, ഞാൻ വരാട്ടോ. ഞാൻ നിന്നോട് സംസാരിക്കാട്ടോ. ഇരിക്കൂ ഒരു 5 മിനിറ്റ്." "എന്താ മോനെ? ഞാൻ ശരിയാക്കാട്ടോ. വൈകുന്നേരം വന്നിട്ട് കാണാം" എന്ന് പറഞ്ഞു. വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവൻ വീണ്ടും ചോദിക്കും, "നമുക്ക് പോയാലോ?" എന്ന് ചോദിക്കുമ്പോൾ, "സന്ധ്യ ആയില്ലേ, നമുക്ക് നാളെ പോകാം." അപ്പൊ അമ്മ ഒന്ന് പറയും, "മോൻ, നിനക്കറിയില്ലേ, അച്ഛന് ടയേർഡ് ആയില്ലേ?" അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ അച്ഛനോട് സംസാരിച്ചിരിക്കും. പിന്നെ ഒരു ദിവസം ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ വന്ന് മകനോട് ചോദിച്ചു, പറഞ്ഞു, "അച്ഛൻ സമ്പാദിക്കുന്നത് കൊണ്ടിട്ടല്ലേ, അച്ഛൻ ഏൺ ചെയ്യുന്നത് കൊണ്ടിട്ടല്ലേ, അച്ഛൻ ജോലിക്ക് പോയി അധ്വാനിക്കുന്നത് കൊണ്ടിട്ടല്ലേ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത്, നമുക്ക് വസ്ത്രങ്ങൾ കിട്ടുന്നത്, മോന് ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്, മോന് സ്കൂളിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ അച്ഛന് സാലറി കിട്ടുന്നെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകണ്ടേ? അതുകൊണ്ടിട്ടല്ലേ അധികം നേരം മോന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തെ?" എന്ന് ചോദിച്ചു. അപ്പൊ വൈകുന്നേരം ആയപ്പോ അച്ഛൻ വന്നപ്പോ ഈ മകൻ, കൊച്ചുകുട്ടിയായ മകൻ അമ്മയും അച്ഛനും ഇരിക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചു, "അച്ഛാ, അച്ഛന് ഒരു മാസം എത്ര രൂപ സാലറി ഉണ്ട്?" അപ്പൊ ഇത് കേട്ടപ്പോ അച്ഛനൊന്ന് അമ്പരന്ന് പോയി. ചെറിയ കുട്ടിയായിട്ടുള്ള ഇവൻ എങ്ങനെയാ സാലറി? ഞാൻ പറഞ്ഞു, "എനിക്ക് മോൻ, നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാലറി ഉണ്ട് മോനെ" എന്ന് അച്ഛൻ പറഞ്ഞു. "അല്ല, എന്നാലും അച്ഛൻ പറ, എത്ര രൂപയുണ്ട് സാലറി?" അപ്പൊ അച്ഛൻ ഒരു എമൗണ്ട് പറഞ്ഞു. "അച്ഛാ, അത് ഒരു ദിവസം എത്ര രൂപ ഉണ്ടാവും സാലറി?" ആ ഒരു എമൗണ്ട് അച്ഛൻ വെറുതെ 30 ദിവസം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത ഒരു എമൗണ്ട് പറഞ്ഞു. "ഏകദേശം ഇത്രയൊക്കെ വരും എനിക്ക് സാലറി. നല്ല എമൗണ്ട് അല്ലേ" എന്ന്. അപ്പൊ കുട്ടി പറഞ്ഞു, "എന്നാ ഒരു ഒരു മണിക്കൂർ അച്ഛൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ എത്ര രൂപ സാലറി കിട്ടും?" അപ്പൊ അത് 24 വെച്ച് അല്ലെങ്കിൽ 8 മണിക്കൂർ വെച്ച് അച്ഛൻ വർക്ക് ചെയ്യുന്ന ഒരു 10 മണിക്കൂർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാവും എന്ന് പറഞ്ഞൊരു എമൗണ്ട്. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഭക്ഷണം കഴിച്ച് പയ്യെ ഒരു ടിവി വെക്കാനായിട്ട് വന്നപ്പോ സന്ധ്യാസമയം. അത്താഴം കഴിച്ചിട്ട് ടിവി കാണാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഈ മിടുക്കൻ അവന്റെ കുടുക്ക പൊട്ടിച്ചുകൊണ്ട് വന്ന് കുറച്ച് പൈസ, അത് അച്ഛൻ ഈ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? അതിന്റെയൊക്കെ ഏകദേശം വരുന്ന ഒരു രൂപ കൊണ്ട് അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, "ഞാൻ ദേ ഇത്രയും രൂപ എനിക്ക് എന്റെ കുടുക്കയിൽ എനിക്ക് വിഷു കൈനീട്ടോ അങ്ങനെയുള്ള എൻ്റെ അമ്മാവൻ മുത്തശ്ശനും എല്ലാം തന്നത്, അമ്മാവനും ഒക്കെ കൊണ്ട് തന്ന എൻ്റെ വിഷു കൈനീട്ടമാണ്. അച്ഛൻ ഇനി ഇത് വെക്ക്. അപ്പൊ ഇനി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ഈ 2 മണിക്കൂർ നേരത്തെ പൈസ അച്ഛൻ വെച്ചിട്ട് എന്റെ കൂടെ ഒന്ന് കളിക്കാൻ വരാമോ? നമുക്കൊന്ന്
ഒരു ബീച്ചിലേക്ക് പോകാൻ. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കഥകൾ പറയുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? അപ്പൊ ഇത് 2 മണിക്കൂർ നേരത്തേക്ക് അച്ഛൻ്റെ പൈസ, അതായത് സാലറി ഇത്രയല്ലേ വരുന്നുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷു കൈനീട്ടം കിട്ടിയ പൈസ ഇത്രയുണ്ട്. അപ്പൊ അച്ഛനൊന്ന് നോക്കാമോ? എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് കേട്ട് അച്ഛൻ വളരെയധികം സങ്കടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഞാൻ വായിച്ചത്. അപ്പൊ സന്ദർഭവശാൽ ഞാൻ എൻ്റെ ക്ലയന്റ് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരാം. അപ്പൊ എൻ്റെ ക്ലയന്റ് ആയിരുന്ന അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു കഥ പറഞ്ഞു. പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇത് വെറുതെ വായിച്ചതാണ്. ഒരു ലെഷർ ടൈമിൽ സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണില്ല, ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ചോദിച്ചു, എന്താ താങ്കൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയോ, എൻ്റെ മകൻ ഇപ്പോ ഈ വളരെ ചൈൽഡ്ഹുഡ് ഏജിൽ നിന്ന് മാറി അവനൊരു ടീനേജിലേക്ക് വന്നു. അവനൊരു അഡൾട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു 50, 60, 56, 58ന്റെ അടുത്ത് പ്രായമുണ്ട്. എനിക്ക് അവന്റെ ഒരു സമയവും യങ്ങർ ഏജിലുള്ള ഒരു എൻജോയ്മെന്റും അവന്റെ വളർച്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, അവൻ എങ്ങനെ വളർന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അന്ന് ഒരിത്തിരി നേരം അവന്റെ കൂടെ ഇരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അവന്റെ ചെറിയ ചെറിയ ചേഷ്ടകൾ, അവൻ ചെറുതായിട്ട് ചിരിക്കുന്നത്, ഞാൻ ഇന്ന് ചില സമയത്ത് വീഡിയോസും ഒക്കെ കാണുമ്പോൾ ചില കുട്ടികൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ കുട്ടികൾ ചിരിക്കുമ്പോഴത്തേക്കൊക്കെ എൻ്റെ കുട്ടിയും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കാം ചിരിച്ചിരിക്കുന്നത്, അവനും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ, ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു അവന്. അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അവന്റെ മുറിയിലേക്ക് ചെല്ലുവാണെങ്കിൽ അവൻ അതെല്ലാം അടച്ചു വെച്ച് ഒരു ഒബീഡിയൻസിയാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്നേഹത്തിന്റെ അഭാവം ഞാൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങളുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയം തന്നെയാണ്, ബാക്കി ഒന്നുമല്ല. കാരണം നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെറുപ്പത്തിലേ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരു അകൽച്ച നിങ്ങൾക്ക് കുട്ടികളായിട്ട് ഉണ്ടാകും. എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്, വലുതായതിനു ശേഷം കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം എന്ന് വെച്ചാൽ എവിടേക്കോ ഒരു അകൽച്ച കുട്ടിക്ക് ഫീൽ ചെയ്യും. ആ ഉമ്മ അവന് സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ഒരു അലോസരപ്പെടുത്തുന്ന പോലെ ആയിരിക്കും. പ്രത്യേകിച്ച് അഡൾട്ട്ഹുഡ്, ഒരു ടീനേജ് ആയി കഴിയുമ്പോഴത്തേക്കും. നമ്മൾ അതുകൊണ്ട് ചെയ്യേണ്ടത് കുട്ടികളെ എന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വലിച്ചു നിർത്തുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. 2, ഈ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. ആ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക. കാരണം 100 കൂട്ടം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ബാല്യകാലം അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ഈ ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതാണ് ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള കാര്യം, അതാണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു സമയം പ്രഷ്യസ് ആയി മാറും, ആ കുട്ടിക്കും അത് പ്രഷ്യസ് ആയി മാറും, നിങ്ങളുടെ ഫാമിലിക്കും പ്രഷ്യസ് ആയി മാറും. കാരണം നമ്മളുടെ സനാതന ധർമ്മത്തിൽ ഫാമിലി കംസ് ഫസ്റ്റ് ആൻഡ് ഓൾവേസ്.